Hi friends, welcome to the Chemistry Club. നമ്മൾ molecular spectroscopy ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. And in this video, we are discussing about rotational spectroscopy. Rotational spectroscopyയുടെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ പറഞ്ഞിരുന്നു gaseous സ്റ്റേറ്റിലുള്ള മോളിക്യൂൾസിനാണ് കൂടുതലായിട്ടും റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിക്കുന്നത്. അതിന് കാരണം പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോളിഡ് സ്റ്റേറ്റിലുള്ള സബ്സ്റ്റൻസ് ആണെങ്കിൽ അതിലെ മോളിക്യൂൾസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് കുറച്ചും കൂടെ ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും. അതുപോലെ ലിക്വിഡ്സിനും താരതമ്യേന സ്പേസിങ് കുറവാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇന്റർമോളിക്കുലാർ ഇന്ററാക്ഷൻസ് കൂടുതലായിരിക്കും. അത്തരം കേസുകളിൽ നമുക്ക് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള റൊട്ടേഷണൽ ലെവൽസ് കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ പ്യുവർ റൊട്ടേഷണൽ സ്പെക്ട്ര ഇസ് നോട്ട് ഒബ്റ്റെയിൻഡ്. ഇന്റർമോളിക്കുലർ ഇന്ററാക്ഷൻസ് കൂടുതലായതുകൊണ്ട് റൊട്ടേഷണൽ ലെവൽസ് അത്ര കറക്റ്റ് ഡിഫൈൻഡ് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്യുവർ റൊട്ടേഷണൽ സ്പെക്ട്ര കിട്ടുന്നില്ല. സോ അതുകൊണ്ടാണ് ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള സബ്സ്റ്റൻസ് കൂടുതലായിട്ട് റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യുന്നത്. ഇനി ഒരു മോളിക്യൂള് റൊട്ടേഷണൽ സ്പെക്ട്ര തരണമെങ്കിൽ അതിന് ഒരു എസെൻഷ്യൽ കണ്ടീഷൻ ഉണ്ട്. For a molecule to absorb microwave radiation of a characteristic frequency, it must have a permanent dipole moment. So, എന്താണ് essential condition? Rotational spectra തരണമെങ്കിൽ ആ മോളിക്യൂള് ഒരു പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉള്ള മോളിക്യൂൾ ആയിരിക്കണം. This is because only such a molecule can generate an electric field during its rotation, which can then interact with the electric component of the microwave radiation. അങ്ങനെ പെർമനന്റ് ഡൈപോൾ ഉള്ള ഒരു മോളിക്യൂൾ ആണെങ്കിൽ മാത്രമേ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുള്ളൂ. അങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായാൽ മാത്രമേ അത് നമ്മുടെ വരുന്ന മൈക്രോവേവ് റേഡിയേഷന്റെ ഇലക്ട്രിക് ഫീൽഡ് കമ്പോണന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുള്ളൂ. അങ്ങനെയുള്ള മോളിക്യൂൾസിന് എക്സാമ്പിൾ ആണ് HCl, അതേപോലെ H2O, CO ആൻഡ് NO. സോ നോൺ ആയിട്ടുള്ള H2, Cl2, അതുപോലെ കാർബൺ ഡയോക്സൈഡ്, ഇതൊക്കെ എന്താണ്? നോൺ പോളർ ആണ്. സോ ഈ മോളിക്യൂൾസ് ഒന്നും നമുക്ക് റൊട്ടേഷണൽ സ്പെക്ട്ര തരില്ല. ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള പോളാർ മോളിക്യൂൾസ് ആണ് റൊട്ടേഷണൽ സ്പെക്ട്ര തരുന്നത്. പോളാർ ആയിരിക്കണം, അതായത് പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ടായിരിക്കണം. സോ ഹെട്രോ ന്യൂക്ലിയർ ആയിരിക്കും ഒബ്വിയസ്ലി, അത് ഓർത്ത് വയ്ക്കുക. മൂവിങ് ടു നെക്സ്റ്റ് ടോപ്പിക്. നമുക്കറിയാം മറ്റെല്ലാ മോളിക്കുലർ എനർജിയും പോലെ റൊട്ടേഷണൽ എനർജിയും ക്വാണ്ടൈസ്ഡ് ആണ്. ദാറ്റ് മീൻസ് എ മോളിക്യൂൾ cannot have any arbitrary amount of rotational energy. Rotational energy value is limited to certain definite values depending on the shape and size of the molecule. Okay, rotational energy quantized ആണ്. അതുകൊണ്ട് തന്നെ it can have definite values depending on the shape and size of the molecule. അങ്ങനെ പെർമിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള എനർജി വാല്യൂസിനെയാണ് നമ്മൾ റൊട്ടേഷണൽ എനർജി ലെവൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പെർമിറ്റഡ് വാല്യൂസ് ഓഫ് റൊട്ടേഷണൽ എനർജി ആണ് റൊട്ടേഷണൽ ലെവൽസ് അല്ലെങ്കിൽ റൊട്ടേഷണൽ എനർജി ലെവൽസ് എന്നൊക്കെ പറയുന്നത്. ഈ റൊട്ടേഷണൽ ലെവൽസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ മോളിക്യൂളിനും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഉണ്ടാകുമല്ലോ. ആ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ മോളിക്യൂളിന്റെ റൊട്ടേഷണൽ എനർജി ലെവൽസ്. അത് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. സോ നമുക്ക് പഠിക്കാനുള്ളത് റിജിഡ് ഡയാറ്റോമിക് മോളിക്യൂളിന്റെ കേസിലുള്ള കാര്യങ്ങൾ മാത്രമാണ്. റിജിഡ് ഡയാറ്റോമിക് മോളിക്യൂളാണ് നമുക്ക് പഠിക്കുന്നത്. ഈ റിജിഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരു ഐഡിയൽ കണ്ടീഷൻ ആണ്. സോ ഒരു റിജിഡ് ഡയാറ്റോമിക് മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ എ മോളിക്യൂൾ വിച്ച് റൊട്ടേറ്റ്സ് സച്ച് ദാറ്റ് ഇറ്റ്സ് ഇന്റർന്യൂക്ലിയർ ബോണ്ട് ഡിസ്റ്റൻസസ് ഡസ് നോട്ട് ചേഞ്ച് ഡ്യൂറിങ് റൊട്ടേഷൻ. അപ്പൊ എന്താണ് റിജിഡ് റോട്ടർ? റൊട്ടേഷന്റെ സമയത്ത് ബോണ്ട് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ബോണ്ട് ലെങ്ത് ചേഞ്ച് ചെയ്യുന്നില്ല. ഇതൊരു ഐഡിയൽ സിറ്റുവേഷൻ ആണ്. കാരണം എന്താ? റിയൽ കേസിൽ ഒരിക്കലും ഒരു മോളിക്യൂൾ റിജിഡ് ആയിരിക്കില്ല. റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ബോണ്ട് ലെങ്തുകളൊക്കെ ചേഞ്ച് ചെയ്യും. സോ അത്തരം മോളിക്യൂൾസിനെ നമ്മൾ നോൺ റിജിഡ് എന്ന് പറയും. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു റിജിഡ് ഡയാറ്റോമിക് മോളിക്യൂൾ ഓർ റിജിഡ് റോട്ടർ. ഇതിലെ ഫസ്റ്റ് ആറ്റത്തിന്റെ മാസ് m1 ആണ്, സെക്കൻഡ് ആറ്റത്തിന്റെ മാസ് m2 ആണ്.
C is the center of gravity and R is the equilibrium internuclear distance. ഫസ്റ്റ് ആറ്റത്തിൽ നിന്നും സി അഥവാ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് R1. അതുപോലെ M2 എന്നുള്ള മാസിൽ നിന്നും സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് R2. സോ ഇതാണ് നമ്മുടെ മോഡൽ. സിസ്റ്റം ഇക്വിലിബ്രിയത്തിലായിരിക്കുമ്പോൾ M1 R1 will be equal to M2 R2. ഇതാണ് ഇക്വിലിബ്രിയം കണ്ടീഷൻ. M1 R1 will be equal to M2 R2. നമുക്കിതിനെ ഇക്വേഷൻ 1 എന്ന് എടുക്കാം. ഇനി നമുക്ക് ഈ ഒരു റിജിഡ് ഡയാറ്റമിക് മോളിക്യൂളിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. മൊമെന്റ് ഓഫ് ഇനേർഷ്യക്കുള്ള എക്സ്പ്രഷൻ ആണ് ഫസ്റ്റ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ M1 R1 is equal to M2 R2. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ആൻഡ് ഓൾസോ R എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം ബോണ്ട് ലെങ്ത് ആണ്. R is the sum of R1 and R2. ഇതാണ് equation number 2. We know that moment of inertia is the resistance of a rotating body to change its rotational motion. ഒരു റൊട്ടേഷണൽ ബോഡിക്ക് അതിന്റെ റൊട്ടേഷൻ ചേഞ്ച് ചെയ്യാനുള്ള റെസിസ്റ്റൻസ് ആണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ I is equal to ഐയുടെ ഇക്വേഷൻ I is equal to mr സ്ക്വയർ എന്നാണ്. സോ ഇവിടെ I is equal to m1 r1 സ്ക്വയർ പ്ലസ് m2 r2 സ്ക്വയർ ആൻഡ് ഇറ്റ് is equal to m1 r1 into r1 plus m2 r2 r2. ഇതാണ് നമ്മുടെ തേർഡ് ഇക്വേഷൻ. From equation 1 it's clear that m1 r1 is equal to m2 r2. സോ നമുക്ക് ഇവിടെ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? M2 R2 R1 ഇതിലെ M1 R1 എന്നുള്ള പോർഷനെ നമ്മൾ M2 R2 കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പ്ലസ് അതേപോലെ ഇവിടെ എന്ത് വരും? M1 R1 R2. ഇനി നമുക്ക് R1 R2 കോമൺ ആയിട്ട് പുറത്തെടുക്കാം. R1 R2 ഇൻറ്റു M1 പ്ലസ് M2. So I is equal to R1 R2 into M1 plus M2. ഇതാണ് ഫോർത്ത് ഇക്വേഷൻ. ഇനി 1, 2 ഇക്വേഷൻസ് നോക്കാം. ഇതിൽ നിന്നും നമുക്ക് R1 is equal to R minus R എന്ന് എഴുതാം. അതേപോലെ R2 is equal to R minus R1 എന്നും എഴുതാം. ഇനി ഇക്വേഷൻ 1ലേക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. M1 R1 is equal to M2 into R2ന് പകരം നമ്മൾ R minus R1 കൊടുക്കുക. R minus R1. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ M1 R1 equal to M2 R minus M2 R1. ഇനി R1 സെയിം സൈഡിലേക്ക് എടുക്കണം. M1 R1 plus M2 R1 is equal to M2 R. ഇനി R1 കോമൺ ആയിട്ട് എടുക്കുക. R1 into M1 plus M2 is equal to M2 R. സോ R1ന് ഒരു ഇക്വേഷൻ കിട്ടി. R1 is equal to M2 R divided by M1 plus M2. ഇതാണ് ഇക്വേഷൻ നമ്പർ 5. സെയിം രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് R2നും ഒരു ഇക്വേഷൻ കിട്ടും. R2 will be equal to M1 R divided by M1 plus M2. And this is our sixth equation. ഈ ഇക്വേഷൻ നമ്പർ 5ഉം 6ഉം നമ്മൾ ഇക്വേഷൻ നമ്പർ 4 ആയിട്ടുള്ള I equal to R1 R2 into M1 plus M2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. Then I will be equal to R1 എന്താണ്? M2 R by M1 plus M2. M2 R by M1 plus M2 into R2. R2ന് നമുക്ക് ഇക്വേഷൻ 6 പ്രകാരം M1 R by M1 plus M2 എന്ന് കിട്ടിയിട്ടുണ്ട്. Into M1 plus M2. ഓക്കെ അല്ലേ? ഒരു M1 plus M2വിനെയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ ഫൈനലായിട്ട് I is equal to M1
m2 r square divided by m1 plus m2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ m1 m2 by m1 plus m2 ഈ ഒരു ഭാഗത്തിനെ നമ്മൾ റെഡ്യൂസ്ഡ് മാസ് എന്നാണ് വിളിക്കുന്നത്. ആൻഡ് ഇറ്റ് ഇസ് റെപ്രസെന്റഡ് ബൈ mu. സോ നമുക്ക് ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം? I is equal to mu into r square. I is equal to mu r square. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. So I is equal to mu r square is the expression for moment of inertia of a rigid diatomic molecule. ഇനി ഇതേപോലെ നമുക്ക് എക്സ്പ്രഷൻ ഫോർ റൊട്ടേഷണൽ എനർജി ഡിറൈവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്യുന്നത്? The diatomic molecule is rotating about the center of gravity with an angular velocity omega. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആംഗുലാർ മൊമെന്റം L is given by I omega. L is equal to I omega, where I is the moment of inertia. ആംഗുലാർ മൊമെന്റം ക്വാണ്ടൈസ്ഡ് ആണ് ആൻഡ് അതിന്റെ വാല്യൂ നമുക്ക് ഒരു ഇക്വേഷൻ വഴി കിട്ടും. L is equal to root of j into j plus 1 root of j into j plus 1 into h by 2 pi, where j is the rotational quantum number and h is the Planck's constant. ഇവിടെ j can have values starting from 0, 1, 2, 3 എന്നിങ്ങനെയുള്ള ഇന്റഗ്രൽ വാല്യൂസ് ആണ് ജെക്ക് പോസിബിൾ ആയിട്ടുള്ളത്. ഒരു ജെയുടെ ഓരോ വാല്യൂവിനും നമുക്ക് ഓരോ റൊട്ടേഷണൽ ലെവലാണ് കിട്ടുന്നത്. ഓക്കെ, ജെയുടെ ഓരോ വാല്യൂസും ഡിഫറെന്റ് റൊട്ടേഷണൽ ലെവൽസിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നു. ജനറലി ഒരു റൊട്ടേറ്റിംഗ് മോളിക്യൂളിന്റെ എനർജി ഈ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് E is equal to half I omega square. Half I omega square. ഇത് ഒരു റൊട്ടേറ്റിംഗ് മോളിക്യൂളിന്റെ എനർജി. We may rewrite this expression for quantized values of energy. EJ is equal to half I square omega square divided by I. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് L is equal to I omega. അങ്ങനെയാണെങ്കിൽ half L square by I. സോ നമുക്ക് എന്ത് കിട്ടി? EJ is equal to L square by 2I. Lന് നമുക്ക് ഓൾറെഡി ഒരു ഇക്വേഷൻ ഉണ്ട്, അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ EJ will be equal to J into J plus 1 into H square divided by 2 square pi square into 2I, or EJ is equal to J into J plus 1 into H square by 8 pi square I. So this is the expression for allowed rotational energies of a rigid diatomic molecule. EJ is equal to H square by 8 pi square I into J plus 1 joules. റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ പൊതുവെ റേഡിയേഷന്റെ വേവ് നമ്പർ ന്യൂ ബാർ ആണ് കൺസിഡർ ചെയ്യുന്നത്. ആ ടേംസിലേക്ക് മാറ്റി എഴുതാൻ നമ്മൾ ഈ സെയിം ഇക്വേഷനെ HC കൊണ്ട് ഡിവൈഡ് ചെയ്യണം. Because we know that nu bar or wave number is equal to delta E by HC. നമ്മൾ ഈ ഇക്വേഷനെ HC വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. ഇതിലെ H by 8 pi square IC എന്നുള്ള ടേമിനെ നമ്മൾ B എന്നൊരു ലെറ്റർ വെച്ച് റെപ്രസെന്റ് ചെയ്യും. So finally epsilon J is equal to BJ into J plus 1. Epsilon J എന്ന് പറയുമ്പോൾ EJ by HC ആണ്. അതുപോലെ B is equal to H by 8 pi square IC. അങ്ങനെയാണെങ്കിൽ EJ is equal to BHC into J plus 1 joules ആയിരിക്കും. ഇത്രയും ഇക്വേഷൻസ് ഓർത്ത് വയ്ക്കുക. ബാക്കി അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.